പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് +1 ഇംഗ്ലീഷ് പഠിക്കാൻ അതിമനോഹരമായ കുറച്ച് പോയംസ് ഉണ്ട്. അതിലേറ്റവും മനോഹരമായൊരു പോയമാണ് HW Longfellow, ഹെൻറി വാട്സ്വർത്ത് ലോങ്ഫെലോ. അദ്ദേഹത്തിൻ്റെ സൺറൈസ് ഓൺ ദ ഹിൽസ് എന്നുള്ള പോയം. സോ ലെറ്റ്സ് നോ സംതിങ് അബൌട്ട് ദ ഓതർ. HW Longfellow, നേരത്തെ പറഞ്ഞു ഹെൻറി വാട്സ്വർത്ത് ലോങ്ഫെലോ, വാസ് ആൻ ഇൻഫ്ലുവൻഷ്യൽ അമേരിക്കൻ പോയറ്റ്. വളരെ ജനസ്വാധീനമുള്ള, എല്ലാവരിലും സ്വാധീനം ചെലുത്തിയ ഒരു അമേരിക്കൻ പോയറ്റാണ്. ട്രാൻസ്ലേറ്റർ ആൻഡ് പ്രൊഫസർ അറ്റ് ഹാർവർഡ് യൂണിവേഴ്സിറ്റി. ഡ്യൂറിങ് ഹിസ് ലൈഫ് ടൈം, ലോങ്ഫെലോ വാസ് കൺസിഡേർഡ് ദ ബെസ്റ്റ് ഓഫ് ഓൾ അമേരിക്കൻ പോയറ്റ്സ്. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ഏറ്റവും നല്ല അമേരിക്കൻ പോയറ്റായിട്ടാണ് അദ്ദേഹത്തെ കൺസിഡർ ചെയ്തിരുന്നത്. ആൻഡ് ഹിസ് വർക്ക് വാസ് വൈഡ്ലി ട്രാൻസ്ലേറ്റഡ് ആൻഡ് പബ്ലിഷ്ഡ് in various languages. The poem Sunrise on the Hills presents the experience of the poet as he watches the sunrise amidst the hills. കുന്നുകളുടെ മധ്യത്തിൽ നിന്ന് സൂര്യോദയത്തെ നിരീക്ഷിക്കുന്ന ഓതറിൻ്റെ ചില മാനസിക കൽപ്പനകളാണ് നമ്മൾ ഈ പോയത്തിൽ കാണുന്നത്. എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം രചന നടത്തിയിരിക്കുന്നത്. So let's go to the poem. Read and enjoy. Travel is in fact an eye-opener. നമുക്ക് യാത്ര എന്ന് പറയുന്നത് എല്ലാവരുടെയും കണ്ണ് തുറപ്പിക്കുന്ന ഒന്നാണ്, അല്ലെ? യാത്രയുടെ അനുഭവങ്ങൾ വല്ലാത്തതാണ്. It opens up new, refreshing snapshots before us and often helps us change our philosophy of life. പുതിയൊരു ലോകം തുറക്കുന്നു, അല്ലേ? ഇറ്റ്സ് ഓപ്പൺ ന്യൂ റിഫ്രഷിങ് സ്നാപ്ഷോട്ട്സ്, പുതിയ ഇമേജസ്, അല്ലെ? മനസ്സിനെ റിഫ്രഷ് ചെയ്യുന്ന ഇമേജസ് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. It helps us change our philosophy of life. നമ്മുടെ ജീവിതത്തിൻ്റെ തത്വശാസ്ത്രങ്ങളെല്ലാം മാറ്റിമറിക്കാൻ യാത്രകൾ ഉതകുമെന്നാണ്. Now read the poem Sunrise on the Hills. ഇപ്പം ഈ ഒരു ഇൻട്രോ പറയുന്നത് ഈ പോയത്തിനെ കുറിച്ച് മാത്രമല്ല, ഈ ഒരു യൂണിറ്റ് യാത്രകളെ സംബന്ധിച്ചുള്ളതാണല്ലോ. അപ്പോൾ അതിന് ജനറലായിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ ആണെന്നേ ഉള്ളൂ. So whatever it is, let's move on to the poem Sunrise on the Hills by H W Longfellow. I stood upon the hills where heaven's wide arch was glorious with the sun's returning march. I stood upon the hills when the heaven's wide arch was glorious with the sun's returning march. So here we can see the author is standing on the hills. ഒരു കുന്നിൻ്റെ മുകളിൽ അങ്ങനെ കയറി നിൽക്കുകയാണ് ഓതർ, അല്ലേ? ഞാൻ ആ കുന്നിൻ്റെ മുകളിൽ കയറി നിന്നു. ആ കുന്നിൻ്റെ മുകളിൽ കയറി നിന്നപ്പോൾ കാണുന്ന കാഴ്ചകളാണ് കവിയിലൂടെ നമ്മളും കാണുന്നത്. ഏത് സമയത്താണ് അദ്ദേഹം കുന്നിൻ്റെ മുകളിലെത്തിയത് നോക്കാം. When heaven's wide arch was glorious with the sun's returning march. Heaven's wide arch, that is horizon, ചക്രവാളം, അല്ലേ? നമ്മുടെ കാഴ്ചകളിൽ കാണുന്ന ആകാശത്തിൻ്റെ അതിര്. ആ ചക്രവാളം എങ്ങനെയാണ്? It was glorious, means it was bright, splendid, magnificent, അല്ലേ? വളരെ പ്രകാശപൂരിതമായ ആകാശം, heaven's wide arch with the sun's returning march. So the sun is returning, sun is making its returning march, അല്ലേ? ഇപ്പോൾ സൂര്യൻ ഇങ്ങനെ മാർച്ച് ചെയ്തു വരികയാണ്. നമുക്കറിയാം, മാർച്ചിങ് എന്ന് പറയുന്നത് സോൾജിയേഴ്സിനോടൊക്കെ ബന്ധപ്പെട്ടൊരു വാക്കാണ്, അല്ലേ? So the sun is marching like a soldier. So he is returning to a place like a warrior. ഒരു സോൾജിയറിനെ പോലെ ഈ സ്ഥലത്തേക്ക് അദ്ദേഹം വരികയാണ്. അപ്പോൾ സൂര്യൻ വരുന്ന സമയത്ത് എന്താണ്? എവറിത്തിങ് ഈസ് സ്പ്ലെൻഡിഡ്. ആൻഡ് വുഡ്സ് വെർ ബ്രൈറ്റൻഡ്. സൂര്യൻ വന്നു. വുഡ്സ് മീൻസ് an ഏരിയ ഓഫ് ട്രീസ്, കുറച്ചൊക്കെ വൃക്ഷങ്ങൾ കൂടി നിൽക്കുന്ന സ്ഥലം, ദാറ്റ് ഈസ് വുഡ്സ്, എ സ്മോൾ ഫോറസ്റ്റ്. ആൻഡ് വുഡ്സ് വെർ ബ്രൈറ്റൻഡ്. അപ്പോൾ അവിടെയുള്ള വുഡ്സ് ഒക്കെ എന്താണ്? പ്രകാശപൂരിതമായിരിക്കുന്നു. ആൻഡ് സോഫ്റ്റ് ഗെയിൽസ്. ഗെയിൽ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് വിൻഡ് എന്നാണ് അർത്ഥം. എ വെരി സ്ട്രോങ് വിൻഡ്, ദാറ്റ് ഈസ് ഗെയിൽ. പക്ഷേ ഇവിടെ ഗെയിലിനെ സോഫ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നു, അല്ലേ? അപ്പോൾ നമുക്കിവിടെ ഒരു ഓക്സിമോറിൻ്റെ പ്രയോഗം കാണാവുന്നതാണ്. ഒരിക്കലും ഗെയിലിനെ സോഫ്റ്റ് എന്ന് വിളിക്കാൻ പറ്റില്ല. ഗെയിൽ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് വിൻഡാണ്. പിന്നെ അതെങ്ങനെയാണ് സോഫ്റ്റ് ആയത്? ദോസ് ഗെയിൽസ് ഹാസ് ഇൻ ഗോട്ട് ഇറ്റ് സ്ട്രെങ്ത് ബിക്കോസ് ഇറ്റ് വാസ് ഏർലി മോർണിംഗ്, ഇറ്റ് വാസ് ജസ്റ്റ് ഡോണിങ്, അല്ലേ? അങ്ങനെ വരുന്നേ ഉള്ളൂ, പ്രകാശമായി വരുന്നേ ഉള്ളൂ. ഇപ്പോൾ പ്രഭാതമായിരിക്കുമ്പോൾ കാറ്റിനൊന്നും അതിൻ്റെ ഉച്ചസ്ഥായിലെത്താൻ പറ്റിയിട്ടില്ല. വളരെ നേരത്തെ തോതിൽ മാത്രമാണ്. ഗെയിൽസിൻ്റെ ശൈശവ ദശയിലാണ് ഇപ്പോൾ ഉള്ളത്. കുറച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ കാറ്റ് സ്ട്രോങ് ആയേക്കാം. ആ ഗെയിൽസ് എന്താണ് ചെയ്യുന്നത്? വെൻ ഫോർത്ത്, അത് മുന്നോട്ട് പോയി. ഫോർത്ത് മീൻസ് ഫോർവേഡ്, മുമ്പോട്ട്. എന്തിന്? ടു കിസ് ദ സൺ ക്ലാഡ് വെയിൽസ്. ടു കിസ് ദ സൺ ക്ലാഡ്. ക്ലാഡ് മീൻസ് കവേർഡ്.
അപ്പോൾ ഇവിടെ സൺക്ലൈഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സൂര്യരശ്മികളാൽ പൊതിഞ്ഞ വാലി. വെയിൽസ് മീൻസ് വാലി. ഈ നാലുപേരുടെ മീനിങ് എന്ന് പറയുന്നത് സൂര്യരശ്മികളാൽ തിളങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ സൂര്യരശ്മികൾ അണിഞ്ഞ് തിളങ്ങി നിൽക്കുന്ന താഴ്വരകളെ ചുംബിക്കാൻ സോഫ്റ്റ് ഗെയിൽസ് പോയപ്പോൾ, ആ സമയത്ത് സൂര്യൻ്റെ റിട്ടേണിംഗ് മാർച്ച് നടത്തുന്ന സമയത്ത് ഞാൻ ആ കുന്നിൻ മുകളിൽ കയറി നിന്നു. The clouds were far beneath me, so I am above the clouds because I stood upon the hills. അല്ലേ? കുന്നിൻ്റെ മുകളിലാണ്, അതുകൊണ്ട് തന്നെ ക്ലൗഡ്സ് എല്ലാം they are far beneath me, എന്നിൽ നിന്ന് ഒരുപാട് താഴെയാണ്. കുന്നുകൾ എങ്ങനെയാണ്? bathed in light, പ്രകാശത്തിൽ കുളിച്ച് നിൽക്കുകയാണ്. They gathered midway around the wooded height. They gathered, ആ മേഘങ്ങൾ, they എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ആരെയാണ്? ക്ലൗഡ്സിനെയാണ് അല്ലേ? They means the clouds gathered, assembled. ക്ലൗഡ്സ് എല്ലാം ഒത്തൊരുമിച്ച് കൂടിയിട്ടുണ്ട്. മിഡ്വേ അറൗണ്ട് ദ വുഡഡ് ഹൈറ്റ്. അപ്പോൾ അവിടെയുള്ള ക്ലൗഡ് എങ്ങോട്ടോ യാത്ര തിരിച്ചിരിക്കുകയാണ് അല്ലേ? സോ ദേ ആർ ഇൻ ദ മിഡ്വേ, യാത്രാമധ്യേയാണ്. അതിൻ്റെ ക്ലൗഡ്സ് അതിൻ്റെ യാത്രാമധ്യേ എവിടെയാണ് നിൽക്കുന്നതെന്ന് നോക്കൂ. റൗണ്ട് ദ വുഡഡ് ഹൈറ്റ്. വുഡഡ് മീൻസ് കവേർഡ് വിത്ത് ട്രീസ്. ട്രീസൊക്കെ നിൽക്കുന്ന സ്ഥലം. ആ ട്രീസിന് മുകളിൽ, ട്രീസിനെ പൊതിഞ്ഞുകൊണ്ട് അതിനു ചുറ്റുമായിട്ട് അവിടെ എന്തുണ്ട്? ക്ലൗഡ്സ് ഉണ്ട്. പ്രകാശം വരുന്ന സമയത്ത് ആ മിസ്റ്റ് അടങ്ങിയ ക്ലൗഡ് എന്താവും? അവിടുന്ന് പതുക്കെ അപ്രത്യക്ഷമാകാൻ തുടങ്ങും. അത് അപ്രത്യക്ഷമാകുന്ന വേളയിൽ തണുപ്പുള്ള പ്രദേശത്ത്, അതായത് മരത്തിൻ്റെ ചുറ്റുമായിട്ട് ഉരുണ്ടുകൂടി നിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് ഇൻ ദ ഫേഡിങ് ഗ്ലോറി ഇൻ ദെയർ, അല്ലേ? ഇവിടെ ദെയർ എന്ന് ഉദ്ദേശിക്കുന്നത് ക്ലൗഡിൻ്റെ കാര്യം തന്നെയാണ്. ഫേഡിങ് ഗ്ലോറി, ഇതുവരെ രാജാക്കന്മാരെ പോലെ ഇരിക്കുന്ന ആ സ്ഥലം വാണിരുന്നത് ആരാണ്? ക്ലൗഡാണ്. ഇപ്പോൾ അതിൻ്റെ ഗ്ലോറി നഷ്ടപ്പെട്ടിരിക്കുന്നു, മേഘങ്ങളുടെ ഗ്ലോറി. കാരണം ദ ഗ്ലോറി ഓഫ് ദ ക്ലൗഡ്സ് ആർ ഫേഡിങ് എവേ എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ മറ്റൊരാളെത്തി, വേറൊരു രാജാവ് അല്ലേ? ഏറ്റവും വലിയ വാരിയറായിട്ടുള്ള സൺ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മേഘങ്ങൾ എങ്ങനെയാണ്? ദ ക്ലൗഡ് ഷോൺ ലൈക്ക് ഹോസ്റ്റ് ഇൻ ദ ബാറ്റിൽ ഓഫ് എ ത്രോൺ. ഹോസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഗസ്റ്റിൻ്റെ ഓപ്പോസിറ്റ് ആണല്ലോ ഹോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് രണ്ട് രീതിയിൽ ഹോസ്റ്റിന് അർത്ഥമുണ്ട്. ഒന്ന് ആതിഥേയൻ എന്നുള്ള അർത്ഥമുണ്ട്, അതുപോലെ തന്നെ സൈന്യം അല്ലേ? പട, സോൾജിയേഴ്സ്, അതിനെയും നമുക്ക് ഹോസ്റ്റ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ സൂര്യനെ ഒരു സോൾജിയറായിട്ട് സങ്കല്പിച്ച സ്ഥിതിക്ക് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ക്ലൗഡിനെയും നമുക്ക് വേണമെങ്കിൽ അങ്ങനെ സങ്കല്പിക്കാം പടയാളിയായിട്ട്. അതല്ലെങ്കിൽ ആതിഥേയൻ എന്ന് പറഞ്ഞാലും ശരിയാണ്. സൂര്യൻ അങ്ങോട്ട് ഗസ്റ്റായിട്ട് വരുന്ന സമയത്ത് ഈ ആതിഥേയൻ എന്താവുകയാണ്? അവിടെ നിന്ന് പോവുകയാണ്. അല്ലെങ്കിൽ വലിയൊരു പോരാളി വരുന്ന സമയത്ത് എന്താകുന്നു? ഹോസ്റ്റ്, അതായത് ആർമി, ക്ലൗഡ് എന്ന ആർമി എന്ത് ചെയ്യപ്പെടുന്നു? ഇൻ ദ ബാറ്റിൽ ഓവർ ത്രോൺ. അപ്പോൾ ഇവിടെ സൂര്യനും നമ്മുടെ മേഘങ്ങളും തമ്മിലൊരു യുദ്ധം നടക്കുകയാണ് എന്നുള്ള ഒരു രീതിയിലാണ് കവി വിവരിച്ചിട്ടുള്ളത്. ആൻഡ് ഇൻ ദ ഫേഡിങ് ഗ്ലോറി മീൻസ് ഇൻ ദ ഫേഡിങ് ഗ്ലോറി ഓഫ് ദ ക്ലൗഡ്സ്, ദീസ് ക്ലൗഡ്സ് ഷോൺ ലൈക്ക്, ഷൈൻ എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണല്ലോ ഷോൺ, ലൈക്ക് ഹോസ്, ലൈക്ക് ദ ആർമി ഇൻ ദ ബാറ്റിൽ ഓവർ ത്രോൺ. The clouds are compared to the army which was overthrown, which was defeated in a battle. അപ്പോൾ ഇവിടെ എന്താ ഒരു സിമിലി കാണാനുണ്ട് അല്ലേ? As many a pinnacle with shifting glance through the grey mist thrust up its statted lance. As many a pinnacle, many a pinnacle means many pinnacles എന്നാണ് അർത്ഥം. മെനി എന്ന് പറഞ്ഞുകൊണ്ട് അർത്ഥവ്യത്യാസമൊന്നുമില്ല. മെനി എന്ന് പറഞ്ഞാൽ മെനി എന്ന് തന്നെ അർത്ഥമുള്ളൂ, ഒരുപാട്. പക്ഷേ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. മെനി എന്ന് ഉപയോഗിക്കുന്ന സമയത്ത് എയ്ക്ക് ശേഷം വരുന്ന നൗണ് സിംഗുലർ ആയിരിക്കും അല്ലേ? മെനി എന്ന് പറയുമ്പോൾ പ്ലൂറലായിട്ട് നമുക്ക് ഉപയോഗിക്കാം അവിടുത്തെ നൗണ്. മെനി എന്ന് പറയുമ്പോൾ സിംഗുലർ ആയിട്ടുള്ള നൗൺ ആണെങ്കിലും എന്താണ്? പ്ലൂറൽ സെൻസ് ആണ് വരിക. ആസ് മെനി എ പിനക്കിൾ. എക്സാമ്പിൾ, മെനി എ ഗുഡ് ബോയ് ഈസ് സ്റ്റഡിയിങ് ഇൻ ദ ക്ലാസ്. ഈ ക്ലാസ്സിൽ ഒരുപാട് നല്ല കുട്ടികൾ പഠിക്കുന്നുണ്ട് എന്നാണ് അല്ലേ? അല്ലാണ്ട് ഒരു ബോയ് മാത്രം പഠിക്കുന്നു എന്നല്ല. അതുപോലെ ആസ് മെനി എ പിനക്കിൾ, ഒരുപാട് പിനക്കിൾസ്. ഒരുപാട് പിനക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? പോയിന്റഡ് ടോപ്പ് ഓഫ് ദ ഹിൽസ്, ഈ മലയുടെയൊക്കെ മുനമ്പ് അല്ലെ? ആ കൂർത്ത് നിൽക്കുന്ന ഭാഗത്തിനെയാണ് പിനക്കിൾ എന്ന് പറയുക. ആ പിനക്കിൾ എന്താണ്? വിത്ത് ഷിഫ്റ്റിംഗ് ഗ്ലാൻസ് ത്രൂ ദ ഗ്രേ മിസ്റ്റ്. ഏതിലൂടെയാണ് ആ പിനക്കിൾ നിൽക്കുന്നത്? ത്രൂ ദ ഗ്രേ മിസ്റ്റ് ത്രസ്റ്റ് അപ്പ് ഇറ്റ്സ് ഷാറ്റേഡ് ലാൻസ്. പിനക്കിൾ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അഗ്രഭാഗം എങ്ങനെയായിരിക്കും? ഇറ്റ് വിൽ ബി ലൈക്ക് എ ലാൻസ്, കുന്തമുനകൾ പോലെ ആയിരിക്കും. ലാൻസ് എന്ന് വെച്ചാൽ അതാണ് കുന്തം എന്നാണ് അർത്ഥം. അപ്പോൾ അതങ്ങനെ ത്രസ്റ്റ് ചെയ്ത് തുളച്ചു കയറി വരികയാണ്. എന്തിനെ? ത്രൂ ദ ഗ്രേ മിസ്റ്റ്. അവിടെയുള്ള മിസ്റ്റിനെ തുളച്ചുകൊണ്ട് നമുക്കെന്ത് കാണാം? അവിടെവിടങ്ങളിലായിട്ട് പിനക്കിൾസ് കാണാം. അങ്ങനെ അവിടെവിടങ്ങളിലായിട്ട് പിനക്കിൾസ് ഉള്ളത് കൊണ്ടാണ് ദ പോയിറ്റ് ഈസ് ഷിഫ്റ്റിംഗ് ഹിസ് ഗ്ലാൻസ്. ഹീ ലുക്സ് അറ്റ് വൺ പിനക്കിൾ ആൻഡ് ദെൻ മൂവ്സ് ഓൺ ടു ദ അനദർ പിനക്കിൾ. അവിടെയുള്ള പിനക്കിൾസിനെ എല്ലാത്തിനെയും അദ്ദേഹം അങ്ങനെ നോക്കിക്കാണുകയാണ്. എല്ലാതും കുന്തമുലകൾ പോലെ കാണുന്നുണ്ട്, മിസ്റ്റിനെ തുളച്ചു കയറുന്ന കുന്തമുലകൾ പോലെ.
That is, when the author runs his eyes, when the author shifts his looks, തൻ്റെ കണ്ണുകളങ്ങനെ ഓടിക്കുന്ന സമയത്ത് he sees a number of pinnacles. ഒരുപാട് പിനക്കിൾസ് കാണുന്നുണ്ട് അല്ലേ? Like shattered lands which are thrusting up through the grey mist. അപ്പോൾ ഇതാണ് അതിൻ്റെ മീനിങ്. And rocking on the cliff. Rocking here means moving back and forth. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന എന്ത്? Rocking on the cliff. എവിടെയാണ് ആടിക്കൊണ്ടിരിക്കുന്നത്? ഓൺ ദ ക്ലിഫ്. ആ പാറയ്ക്ക് മുകളിലാണ്. എന്താണ് ആ പാറയ്ക്ക് മുകളിലുള്ളത്? വാസ് ലെഫ്റ്റ്. അവിടെ ഇത് മാത്രമേ ബാക്കിയുള്ളൂ. ദ ഡാർക്ക് പൈൻ ബ്ലാസ്റ്റഡ്. ദർ വാസ് എ ബ്ലാസ്റ്റഡ് ഡാർക്ക് പൈൻ. ഏതാണ്ട് ഉണങ്ങിയ പോലത്തെ ഡാർക്ക് കളറിലുള്ള ഒരു പൈൻ മരം, ദേവദാരു വൃക്ഷം മാത്രം അവിടെ കാണുന്നു. ആ ബ്ലാസ്റ്റഡ് ട്രീ എങ്ങനെയാണ്? ബെയർ. ബെയർ മീൻസ് വിതൗട്ട് ലീവ്സ്. നഗ്നമായ ഇലകളില്ലാത്ത ഒരു പൈൻ മരമാണ്. മാത്രവുമല്ല, ഇറ്റ്സ് സ്പ്ലിറ്റഡ്. ദാറ്റ് ഡാർക്ക് പൈൻ ഈസ് സ്പ്ലിറ്റഡ്, ക്രാക്ഡ്. വിള്ളൽ വീണ അല്ലെങ്കിൽ പൊളിഞ്ഞ ഒരു ഉണങ്ങിയ മരത്തെയാണ് നമ്മുടെ ഓതർ കാണുന്നത്. ദ വെയിൽ ഓഫ് ക്ലൗഡ് വാസ് ലിഫ്റ്റഡ് ആൻഡ് ബിലോ glowed the rich valley, and the river's flow was darkened by the forest shade or glistened in the white cascade. At last the veil of cloud was lifted. സൂര്യപ്രകാശം വന്ന സമയത്ത് ദ വെയിൽ, ദ കവറിങ് ഓഫ് ദ ക്ലൗഡ്, മേഘത്തിൻ്റെതായ കവറിങ് എന്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു? ഇറ്റ് വാസ് ലിഫ്റ്റഡ്, റിമൂവ്ഡ്. ആൻഡ് ബിലോ, ആ മേഘം മാറിയത് കൊണ്ട് താഴെ എങ്ങനെയാണ്? ദ റിച്ച് വാലി ഗ്ലോഡ്, അല്ലേ? ആ വാലി തിളങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. ആൻഡ് ദ റിവേഴ്സ് ഫ്ലോ, ഹി ഓൾസോ വാച്ചസ് ദ ഫ്ലോ ഓഫ് ദ റിവർ വിച്ച് വാസ് ഡാർക്കൻഡ് ബൈ ദ ഫോറസ്റ്റ് ഷെയ്ഡ്. ആസ് ദർ വാസ് ഫോറസ്റ്റ് നിയർ ബൈ, its shadow is falling on the surface of the water. So the water was dark in color. ആ നിഴൽ വെള്ളത്തിൻ്റെ മുകളിൽ വീഴുന്നത് കൊണ്ട് അവിടുത്തെ വാട്ടർ എന്ന് പറയുന്നത് ബ്ലാക്ക് കളറിൽ അല്ലെങ്കിൽ ഡാർക്ക് കളറിലാണ്. മാത്രമല്ല, ഓർ ഗ്ലിസൻഡ് ഇൻ ദ വൈറ്റ് കാസ്കേഡ് എന്നാണ്. അവിടെ വെള്ളത്തിൻ്റെ മുകളിൽ ഷാഡോ മാത്രമല്ല കാണുന്നത്. ഓർ ഗ്ലിസൻഡ്, ഇറ്റ് ഷോൺ, തിളങ്ങി. എന്ത്? ഇൻ ദ വൈറ്റ് കാസ്കേഡ്. കാസ്കേഡ് മീൻസ് സ്മോൾ വാട്ടർഫോൾ. ചെറിയ വെള്ളച്ചാട്ടത്തിനെയാണ് കാസ്കേഡ് എന്ന് പറയുക. അപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ ആ സ്ഥലമാകുമ്പോൾ, സ്ഥലം എത്തുന്ന സമയത്ത് വെള്ളം വല്ലാതെ തിളങ്ങിയും കാണപ്പെട്ടു. അല്ലാത്ത സ്ഥലങ്ങളിൽ, മരത്തിൻ്റെ ഷാഡോസ് വീണ് കിടക്കുന്ന സ്ഥലങ്ങളിൽ എങ്ങനെയാണ്? ദ വാട്ടർ ഈസ് ഡാർക്ക് ഇൻ കളർ. Where upward in the mellow blush of day the noisy bittern veiled his spiral way. അവിടെ ഒരു കാഴ്ച കൂടി നമ്മുടെ ഓതർ കാണുന്നുണ്ട്. ഈ ഒരു സ്റ്റാൻസയിൽ ഉടനീളം നമുക്ക് വിഷ്വൽ ഇമേജസ് ആണ് കാണുന്നത്. ഒരുപാട് കാഴ്ചകൾ നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നു. ഒരാളത് ആ കുന്നിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നു. താഴത്ത് കുറേ മേഘങ്ങൾ കൂടി നിൽക്കുന്നു. വെളിച്ചം വാരി വിതറിയ താഴ്വര, പതുക്കെ മാഞ്ഞു പോകുന്ന മേഘം, അങ്ങകലെ കുന്തമുനകൾ പോലെ നിൽക്കുന്ന പർവ്വത ശിഖരങ്ങൾ, ഉണങ്ങിയ ഒരു വൃക്ഷം പാറയുടെ മുകളിൽ നിന്ന് ആടുന്നു, കാടിൻ്റെ നിഴൽ വീണ് കിടക്കുന്ന കാട്ടരുവി, വെളിച്ചം കൊണ്ട് തിളങ്ങുന്ന വെള്ളച്ചാട്ടം. മാത്രവുമല്ല, ഒരു കാഴ്ച കൂടി. വേർ അപ്വേർഡ് മീൻസ് മുകളിലേക്ക്. ഇൻ ദ മെലോ ബ്ലഷ് ഓഫ് ദ ഡേ. മെലോ ബ്ലഷ്, മെലോ മീൻസ് സോഫ്റ്റ് എന്നാണ്. ബ്ലഷ് റെഡിഷ്നെസ്, അല്ലേ? നാണം കൊണ്ടൊക്കെ മുഖം ചുവക്കുന്നതിനെയാണ് ബ്ലഷിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബ്ലഷ് എന്നുള്ളതിന് റെഡിഷ്നെസ് എന്നാണ് അർത്ഥം. പ്രഭാതമാകുന്നതേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ആ ഒരു പ്രദേശം എങ്ങനെയാണ്? ദ കളർ ഓഫ് ദറ്റ് വാലി വാസ് ജസ്റ്റ് മെലോ ബ്ലഷ്, സോഫ്റ്റ് റെഡിഷ്നെസ്. അങ്ങനെ ആ പ്രഭാതത്തിൻ്റെ ആ അരുണിമയിൽ എന്ത് കാണാം? ദ നോയ്സി ബിറ്റേൺ. ബിറ്റേൺ മീൻസ് കൊക്ക്. ഹെറൺ ഫാമിലിയിലുള്ള യൂറോപ്പിൽ കാണപ്പെടുന്ന തരത്തിലുള്ള പക്ഷി. കൊക്കിൻ്റെ ഒരു ഫാമിലിയിൽപ്പെട്ട ഒരു പക്ഷിയാണ്. എപ്പോഴും ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ആ ബിറ്റേൺസ് എന്താണ് ചെയ്യുന്നത്? വീൽഡ് ഹിസ് സ്പൈറൽ വേ. വീൽഡ് മീൻസ് മൂവിങ് സർക്കുലർ മോഷൻ. അതങ്ങനെ മുകളിലേക്ക് വട്ടമിട്ട് പറക്കുകയാണ്. വീൽഡ് എന്ന് പറയുന്നത് തന്നെ വട്ടമിട്ട് പറക്കുക എന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി പറയുന്നു, ഹിസ് സ്പൈറൽ വേ. സ്പൈറൽ വേ മീൻസ് ഇൻ എ റൊട്ടേറ്റിംഗ് മോഷൻ. വഴി എന്നല്ല ഇവിടെ അർത്ഥം, മറിച്ച് എന്താണ്? ആ ഒരു രീതിയിൽ, ഇൻ ദ സ്പൈറൽ മാനർ, ഇൻ എ സർക്കുലർ മോഷൻ, ദീസ് ബിറ്റേൺസ് ആർ മൂവിങ് അപ്വേർഡ്സ്. ആ പക്ഷികൾ അങ്ങനെ വട്ടമിട്ട് മുകളിലേക്ക് പറന്നുയർന്നു ഈ ഒരു പ്രഭാത പ്രകാശത്തിൻ്റെ അരുണിമയിൽ. Now let's move on to the second stanza. I heard the distant waters dash. ഞാൻ കേട്ടു. എന്താണ് കേട്ടത്? അപ്പോൾ നമുക്ക് വിഷ്വൽ ഇമേജസ് അല്ല വരുന്നത്, കേൾവിയാണ്, അല്ലേ? ഓഡിറ്ററി ഇമേജസ്. എന്താണ് കേൾക്കുന്നത്? ദ ഡിസ്റ്റന്റ് വാട്ടേഴ്സ് ഡാഷ്. കുറച്ചകലെ വെള്ളം ഒഴുകുന്നത് ഞാൻ കേട്ടു, അതിൻ്റെ ശബ്ദം. ഐ ഹേർഡ് ദ സൗണ്ട് ഓഫ് വാട്ടേഴ്സ് ഫ്രം എ ഡിസ്റ്റൻസ്. ഐ സോ ദ കറന്റ് well and flash.
കരൺ എന്ന് പറഞ്ഞാൽ ഒഴുക്ക് എന്നാണല്ലോ അല്ലേ. ഞാൻ കണ്ടു, വീണ്ടും വിഷ്വൽ ഇമേജ് എന്ത്, ദ ഫ്ലോ, വേൾ ആൻഡ് ഫ്ലാഷ്, ഒരു ചുഴി പോലെ, റൊട്ടേഷൻ, സ്പിന്നിങ് മോഷൻ, വേൾ ആൻഡ് ഫ്ലാഷ്, ഷൈൻ ചെയ്തുകൊണ്ട് അല്ലേ, തൻ്റെ മുന്നിലൂടെ ഒഴുകുന്ന ആ വെള്ളം ഞാൻ കാണുകയും ചെയ്തു. ഒരു വേളിംഗ് മോഷനിൽ ഒഴുകുന്ന, പ്രകാശം ചിന്നിച്ചിതറിച്ചുകൊണ്ട് ഒഴുകുന്ന ആ ഒഴുക്ക് ഞാൻ കാണുന്നുമുണ്ട്. And richly by the blue lake's silver beach, the woods were bending with a silent reach. And richly, in profusion, ധാരാളമായിട്ട്, എന്താണ്, the woods were bending with a silent reach. There were abundance of woods, means trees, which were bending. അല്ലേ, ചാഞ്ഞു കിടക്കുന്ന ഒരുപാട് വൃക്ഷങ്ങൾ അവിടെയുണ്ട്. എവിടെയാണ്? ബൈ ദ ബ്ലൂ ലേക്സ് സിൽവർ ബീച്ച്. ദ ലേക്ക് ഈസ് ബ്ലൂ, നീല തടാകമാണ്. ഇറ്റ് ഷോസ് ദ ലേക്ക് ഈസ് സോ പ്യുവർ. It shows the purity of the lake. And what about the beach of the lake? It's silvery. In the sun was reflecting the silver light. So the beach appeared silvery. By the blue lake എന്നാണ് പറഞ്ഞിട്ടുള്ളത്. By aside, nearby. അല്ലേ, ആ ലേക്കിൻ്റെ അരികിലായിട്ട് ധാരാളം വൃക്ഷങ്ങളുണ്ട്. ആ നീല തടാകത്തിൻ്റെ സിൽവർ ബീച്ചിന് സൈഡിലുള്ള വൃക്ഷങ്ങളെല്ലാം ചാഞ്ഞു നിൽക്കുകയാണ്. എങ്ങോട്ടേക്കാണ്? നോ ഡൗട്ട് ടു ദ ബ്ലൂ ലേക്ക്. അല്ലേ, ആ ലേക്കിലേക്ക് ചാഞ്ഞു നിൽക്കുകയാണ്. ആസ് ഇഫ് ദീസ് വുഡ്സ് വാണ്ടഡ് ടു ടച്ച് ദിസ് ലേക്ക്. എങ്ങനെയാണെന്നാണ് പറയുന്നത്? വിത്ത് എ സൈലന്റ് റീച്ച് എന്നാണ്. ദീസ് വുഡ്സ് ആർ വെരി സൈലന്റ് വെൻ ദേ ട്രൈ ടു റീച്ച് ദിസ് ലേക്ക്. ഈ ലേക്കിനെ സ്പർശിക്കാൻ വേണ്ടി വളരെ സൈലന്റ് ആയിട്ട് ബെൻഡ് ചെയ്തു പോകുന്ന, ദീസ് ട്രീസ് വാണ്ടഡ് ടു ടച്ച് ദിസ് ബ്ലൂ വാട്ടർ സൈലന്റ്ലി ബൈ ബെൻഡിങ് ടുവാർഡ്സ് ഇറ്റ്. ദെൻ ഓവർ ദ വെയിൽ, പിന്നെ ആ വേലിക്ക് മുകളിൽ, വിത്ത് ജെൻറ്റിൽ സ്വെൽ, ജെൻറ്റിൽ വളരെ ജെൻറ്റിലായിട്ട്, മൈൽഡായിട്ട്, സ്വെൽ. ഇവിടെ സ്വെൽ എന്ന് പറഞ്ഞാൽ ടു ഗ്രോ ഗ്രാജുവലി ഇൻ ലൗഡ്നെസ് എന്നാണ്. സ്വെൽ എന്ന് പറഞ്ഞാൽ വീർക്കുക എന്നൊക്കെയാണല്ലോ. ഇപ്പോൾ സൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് സ്വെൽ ചെയ്യുന്നതെന്ന് അടുത്ത വരിയിൽ പറയുന്നുണ്ട് അല്ലേ. വിത്ത് ജെൻറ്റിൽ സ്വെൽ ദ മ്യൂസിക് ഓഫ് ദ വില്ലേജ് ബെൽ എന്ന് കാണാം. അപ്പോൾ എന്താണ് സ്വെൽ ചെയ്ത് വരുന്നത്? വില്ലേജ് ബെല്ലിൻ്റെ മ്യൂസിക്കാണ്. വില്ലേജിലെ ബെല്ലിൻ്റെ മ്യൂസിക് അങ്ങനെ സ്വെല്ല് ചെയ്തു വരുന്നു. മീൻസ് ഇറ്റ് ഗ്രോ ഗ്രാജുവലി ഇൻ ലൗഡ്നെസ്. ആ വേലിക്ക് മുകളിലൂടെ ഗ്രാമപ്രദേശത്ത് നിന്ന് വരുന്ന ജെൻറ്റിലായിട്ടുള്ള, അസ്വസ്ഥതയുണ്ടാക്കുന്നതല്ല, വളരെ ജെൻറ്റിലായിട്ടുള്ള ഒരു മണിനാദം അതങ്ങനെ ഇൻക്രീസ് ചെയ്തു വരികയാണ്. കെയിം സ്വീറ്റ്ലി ടു ദ എക്കോ ഗിവിങ് ഹൈൽസ്. അപ്പോൾ ആ ബെല്ലിൻ്റെ സൗണ്ട് എങ്ങോട്ട് തട്ടി പ്രതിധ്വനിച്ചിരിക്കുന്നു? ഇറ്റ് കെയിം സ്വീറ്റ്ലി, വളരെ സ്വീറ്റാണ്, ടു ദ എക്കോ ഗിവിങ് ഹിൽസ്. ഹിൽസിൽ തട്ടി അത് പ്രതിധ്വനിക്കുന്നുമുണ്ട്. ആൻഡ് ദ വൈൽഡ് ഹോൺ ഹൂസ് വോയിസ് ദ വുഡ്ലാൻഡ് ഫിൽസ്. ഹിൽസുമായിട്ട് റൈം ചെയ്തു പോകുന്നതാണ് ഫിൽസ് എന്ന് പറയുന്ന വരി. പക്ഷേ ഒരു ഇൻഡിപെൻഡൻറ്റ് മീനിങ് ആണ് ഇവിടെ വരുന്നത് അല്ലേ. അപ്പോൾ നേരത്തെ ബെല്ലിൻ്റെ സൗണ്ട് നമ്മൾ കേട്ടു. ഇപ്പോൾ വേറൊരു സൗണ്ട് കൂടി എവിടേക്ക് വരുന്നുണ്ട്. എന്താണ്? ദ സൗണ്ട് ഓഫ് ദ വൈൽഡ് ഹോൺ. And the wild horn whose voice the woodland fills was ringing to the merry shout that faint and far the glen sent out, were answering to the sudden short thin smoke through thick-leaved branches from the jingled rock. And the wild horn. Wild horn is a kind of screech owl seen in America. അമേരിക്കയിലെ ഒരു തരത്തിലുള്ള മൂങ്ങയാണ് അല്ലെ, ഒരുമാതിരി ശബ്ദം ഉണ്ടാക്കുന്ന മൂങ്ങ. ആ വൈൽഡ് ഹോൺ എന്താണ് ചെയ്യുന്നത്? ഹൂസ് വോയിസ് ദ വുഡ്ലാൻഡ് ഫിൽസ്. ദാറ്റ് ഫോറസ്റ്റ് ഈസ് ഫിൽഡ് വിത്ത് ദ സൗണ്ട് ഓഫ് ദിസ് ഓൾ. മാത്രമല്ല ഈ വൈൽഡ് ഹോൺ എന്താണ് ചെയ്യുന്നത്? ദ വൈൽഡ് ഹോൺ വാസ് റിംഗിങ് ടു ദ മെറി ഷൗട്ട്. ഇറ്റ് വാസ് റിംഗിങ്, ഇറ്റ് വാസ് മേക്കിംഗ് ദാറ്റ് സൗണ്ട്, ഇറ്റ് വാസ് റെസ്പോണ്ടിങ് ബൈ മേക്കിംഗ് നോയ്സ്. അല്ലേ, എന്തിനോടാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? ടു ദ മെറി ഷൗട്ട്. So the valley is getting active now. Sounds are coming out of the village like bell sounds and merry shouts, particularly of children. കുട്ടികളൊക്കെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഭയങ്കര ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ ആയിരിക്കും, ഒച്ചയും ബഹളവും, ആകെ ആക്ടിവിറ്റി മയമായിരിക്കും, സ്കൂളിൻ്റെ ഇൻ്റർവെൽ പോലെ. ഇവിടെ വില്ലേജിലെ കുട്ടികളെല്ലാം ഉണർന്നിരിക്കുന്നു, ആകെ ബഹളമാണ്. ആ ബഹളത്തിനോട് റെസ്പോണ്ട് ചെയ്തിട്ടെന്നവണ്ണം ആ ബഹളം ആസ്വദിച്ച് മെറി ഷൗട്ടാണല്ലേ, ഹാപ്പി ഷൗട്ടാണ്, അതിനോട് റെസ്പോണ്ട് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ശബ്ദമാണ് ആ കാട് നിറയെ ഇപ്പോൾ ഫിൽ ചെയ്തിരിക്കുന്നത്. ഇനി ആ മെറി ഷൗട്ട് എങ്ങനെയാണ്? ഇവിടെ ദാറ്റ് ഫെയിൻറ്റ് എന്നാണ് പറയുക. ആ മെറി ഷൗട്ട് വില്ലേജിൽ നിന്ന് വരുന്ന ആ ശബ്ദം എങ്ങനെയാണ്? ദാറ്റ് ഫെയിൻറ്റ് ആൻഡ് ഫാർ ദ ഗ്ലെൻ സെൻഡ് ഔട്ട്. ദാറ്റ് മെറി ഷൗട്ട് വാസ് ഫെയ്ഡഡ്, മീൻസ് ഇറ്റ് വാസ് നോട്ട് മച്ച് ക്ലിയർ, ഇറ്റ് വാസ് ഫെയിൻറ്റ് ആസ് ഇറ്റ് വാസ് കമ്മിങ് ഫ്രം എ ഡിസ്റ്റന്റ് ലാൻഡ്. വില്ലേജ് കുറച്ച് അപ്പുറത്താണ്, ആ വില്ലേജിൽ നിന്ന് വരുന്ന ശബ്ദമാണ്. ആസ് ഇറ്റ് വാസ് ഫ്രം എ ഫാർ അവേ വില്ലേജ് or from a faraway glen. Glen means valley.
So the sound is coming out of that valley where the people are living. ആളുകൾ ജീവിക്കുന്ന വാലിയിൽ നിന്ന് വരുന്ന സൗണ്ടാണ് അല്ലേ. അതങ്ങനെ ദൂരത്തു നിന്നാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ഫെയിൻ്റ് ആയിരുന്നു. Where, answering to the sudden shot, thin smoke through thick leaf branches from the jingle broke. Where എന്ന് വെച്ചാൽ ആ ഗ്ലെന്നിനെ കുറിച്ചാണ് പറയുന്നത്, താഴ്വാരം അല്ലെ, വാലി. ആൻസറിങ് ടു ദ സഡൻ ഷോട്ട്, ആ വാലിയിൽ നിന്ന് വരുന്ന ശബ്ദത്തിന് ആൻസർ ചെയ്തുകൊണ്ട് അല്ലെ. ആൻസറിങ് ടു ദ സഡൻ ഷോട്ട് ഓഫ് നോയ്സസ്. ആകെപ്പാട് ബഹളമാണ്. ബെല്ലിൻ്റെ സൗണ്ടാണ്. ബെല്ലിൻ്റെ സൗണ്ടുണ്ട്, താഴത്തെ ആക്ടിവിറ്റീസിൻ്റെ സൗണ്ടുണ്ട്, കുട്ടികളുടെ സൗണ്ടുണ്ട്. അതൊക്കെയാണ് ഇവിടെ ഷോട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോയ്സസ്, ആ നോയ്സസിനൊക്കെ മറുപടി എന്ന വണ്ണം തിൻ സ്മോക്ക്, ചെറിയ പുക ഉയർന്നു വരികയാണ്. ഏതിലൂടെയാണ് ആ പുക ഉയർന്നു വരുന്നത്? ത്രൂ തിക്ക് ലീവ്ഡ് ബ്രാഞ്ചസ് ഫ്രം ദ ജിംഗിൾ ബ്രോക്ക്. മീൻസ് തിൻ സ്മോക്ക് വാസ് ബ്രേക്കിംഗ് ഔട്ട് ഫ്രം ദ ജിംഗിൾ. ജിംഗിൾ എന്ന് ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. എന്താണ്? വുഡഡ് വാലി, മരങ്ങൾ കൊണ്ട് തിങ്ങി നിറഞ്ഞ താഴ്വരയെയാണ് ജിംഗിൾ എന്ന് പറയുക. ആ ജിംഗിളിൽ നിന്നാണ് ഈ സ്മോക്ക് വരുന്നത്, തിൻ സ്മോക്ക് വരുന്നതാണ്. ഏതിലൂടെയാണ് സ്മോക്ക് കടന്നു പോകുന്നത്? ത്രൂ തിക്ക് ലീവ്ഡ് ബ്രാഞ്ചസ് അല്ലേ. ആ മരത്തിലൂടെ ഇങ്ങനെ നോക്കുമ്പോൾ താഴ്വരയിൽ നിന്ന് വരുന്ന പുക അങ്ങനെ ആ ലീവ്സിൻ്റെ ഇടയിലൂടെ പതുക്കെ മുകളിലേക്ക് പോകുന്നതായിട്ട് നമ്മുടെ എഴുത്തുകാരനെ ഫീൽ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? ദ വാലി ഈസ് ബെസ്റ്റ് വിത്ത് ഹ്യൂമൻ ആക്ടിവിറ്റീസ്. ഹിയർസ് ദ ലാസ്റ്റ് സ്റ്റാൻസ. ഹിയർ കംസ് ദ മെസ്സേജ്. ഇഫ് ദൗ ആർട്ട് worn and heart beset with sorrows that you wouldst forget, if thou wouldest read a lesson that will keep thy heart from fainting and thy soul from sleep, go to the woods and hills, no tears dim the sweet look that nature wears. If thou art, if you are, worn means tired, and heart beset means affect badly. Beset is a verb which means affect somebody, something in a harmful way. ദോഷകരമായി ബാധിക്കുക അല്ലേ. ഇവിടെ തന്നെ ഹാർട്ട് ബിസെറ്റ് എന്ന് ഒരുമിച്ച് വരുമ്പോൾ അത് തന്നെയാണ് അഫക്റ്റ് ബാഡ്ലി. അപ്പോൾ നിങ്ങൾ വളരെ ടയേർഡാണ്. ഇഫ് യു ആർ വോൺ ആൻഡ് ഹാർട്ട് ബിസെറ്റ്, നിങ്ങൾ എന്തൊക്കെയോ മോശമായി ബാധിച്ചിട്ടുണ്ട്. എന്താണ് മോശമായി ബാധിച്ചിട്ടുള്ളത്? ഹാർട്ട് ബിസെറ്റ് വിത്ത് സോറോസ്, ദുഃഖങ്ങളാണ് നിങ്ങളെ ബാധിച്ചിട്ടുള്ളത്. എങ്ങനെയുള്ള ദുഃഖങ്ങളാണ്? സോറോസ് ദാറ്റ് ദൗ വുഡ്സ്റ്റ് ഫോർഗെറ്റ്. സോറോസ് ദാറ്റ് യു വുഡ്സ് മീൻസ് വുഡ് ലൈക്ക് ടു, ദാറ്റ് യു വുഡ് ലൈക്ക് ടു ഫോർഗെറ്റ്. നിങ്ങൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ദുഃഖങ്ങൾ നിങ്ങളെ കഷ്ടത്തിലാക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളങ്ങനെ ക്ഷീണിതനാണെങ്കിൽ, ഇഫ് ദ വുഡ്സ് റീഡ് എ ലെസൺ, ഇഫ് യു വുഡ് ലൈക്ക് ടു റീഡ് എ ലെസൺ, നിങ്ങളൊരു പാഠം പഠിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ, എങ്ങനത്തെ പാഠമാണ്? ദാറ്റ് വിൽ കീപ് ദൈ ഹാർട്ട് ഫ്രം ഫെയിൻറ്റിങ്. ഇറ്റ് വിൽ കീപ് യുവർ ഹാർട്ട്, യുവർ മൈൻഡ് ഫ്രം ഫെയിൻറ്റിങ്, മീൻസ് ഫ്രം ലൂസിങ് ഓൾ ഹോപ്സ്. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെടുന്നതിൽ നിന്ന് നിങ്ങളുടെ മനസ്സിനെ സംരക്ഷിക്കുന്ന ഒരു ലെസൺ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ, ഇഫ് യു ലൈക്ക് ടു ബി പ്രൊട്ടക്റ്റഡ് ഫ്രം ഓൾ കൈൻഡ്സ് ഓഫ് സോറോസ് ആൻഡ് ദൈ സോൾ ഫ്രം സ്ലീപ്പ്, ദാറ്റ് ഈസ് ഇഫ് യു വാണ്ടഡ് ടു റീഡ് എ ലെസൺ, ടു അണ്ടർസ്റ്റാൻഡ് എ ലെസൺ ദാറ്റ് വിൽ കീപ് യുവർ സോൾ അവേക്കൺ അല്ലെ. നിങ്ങളുടെ മനസ്സിനെ ഉണർത്തുന്ന, സോൾ എന്നുള്ളത് കൊണ്ട് മൈൻഡ് അല്ലെങ്കിൽ സ്പിരിറ്റ് എന്നൊക്കെ പറയാം. ഇഫ് യു വാണ്ട് ടു കീപ് യുവർ സ്പിരിറ്റ് അപ്പ്, ഒന്ന് ഉഷാറാവാൻ വേണ്ടിയിട്ട് എന്തായിരിക്കണം? ഗോ ടു വുഡ്സ് ആൻഡ് ഹിൽസ്. യു ജസ്റ്റ് വിസിറ്റ് എ ഹിൽ, യു ജസ്റ്റ് വിസിറ്റ് എ ഫോറസ്റ്റ്, ബ്യൂട്ടിഫുൾ ഫോറസ്റ്റ് or rivers, whatever the invaluable treasures of nature are, you just go there and find easiness from there. കാരണം എന്താണ്? No tears dim the sweet look that nature wears. No tears. നിങ്ങളുടെ ഉള്ളിലുള്ള ദുഃഖം കാരണം നിങ്ങളുടെ കണ്ണ് നനഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കണ്ണുനീർ തുടയ്ക്കപ്പെടും അല്ലേ. നോ ടീയേഴ്സ് ഡിം ദ സ്വീറ്റ് ലുക്ക്. ഒരു കണ്ണുനീരും ആ സ്വീറ്റ് ലുക്കിനെ, ആ ബ്യൂട്ടിയെ മറയ്ക്കുന്നില്ല, അതിനെ ഡിം ചെയ്യുന്നില്ല. ദാറ്റ് നേച്ചർ വേഴ്സ്. പ്രകൃതി ധരിച്ചിട്ടുള്ള ആ ഭംഗിയെ ഒരു കണ്ണുനീരും ഡിം ചെയ്യുന്നില്ല. മീൻസ് all your tears will be wiped off when you see the sweet look of nature, when you witness the beauty of your surroundings. So how this nature influence human being? It's sure that if you are so worried, you just go for an outing. You will get eased. You will get refreshed, right? If you are going to witness the beauty of nature, no doubt it will influence you a lot. ഒരുപാട് നിങ്ങളെ പ്രകൃതി ഇൻഫ്ലുവൻസ് ചെയ്യും. നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം മറക്കപ്പെടും അല്ലേ. നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം മറയ്ക്കപ്പെടുകയും ചെയ്യും ഈ ബ്യൂട്ടി കാരണം. ഈ പ്രകൃതി നിങ്ങളിൽ അങ്ങനെ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു അതിൻ്റെ ബ്യൂട്ടി കൊണ്ട്. How was the poem? Hope you enjoyed this. Thank you. We will meet again with more.